Oh, hey guys, what's up, man? അപ്പം ഞാൻ കാണാനിടയായി, അതായത് മലയാള സിനിമ കണ്ട് നിർത്താൻ പോകുന്നൊക്കെ കേട്ട് വളരെ നല്ലൊരു കാര്യമാണ്, മനസ്സിലില്ലേ? എന്താ വെച്ചാൽ ചവർ പടം കണ്ട് കണ്ട് മടുത്തുപോയി, മനസ്സിലില്ലേ? ഇപ്പോഴും നമ്മൾ പഴയ കാലത്ത് പടങ്ങൾ ഇപ്പോഴും നമ്മളിത് കാണും. അതെന്ന് വെച്ചാൽ കാണാൻ മാത്രം ഉണ്ട് പഴയ പടങ്ങൾ. ഇന്ന് ഇവന്മാർക്കൊന്നും കഥ പോലും എഴുതാൻ അറിയുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഓശാനയാണ്, ഈ വിനീത് ശ്രീനിവാസൻ, മറ്റേ ധ്യാൻ ശ്രീനിവാസൻ, അവൻ പടങ്ങളിൽ അഭിനയിച്ച് വേർപ്പിക്കുക, മനസ്സിലല്ലേ? ഇവനെ കാണുമ്പോഴേ ദേഷ്യമായി പോവുക. ധ്യാൻ ശ്രീനിവാസനൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു 3-4 പടം അഭിനയിച്ചാൽ മതി, ഒരു നാറിയ പടങ്ങളിൽ വെറുത്തു പോകും ആൾക്കാർ, മനസ്സിലില്ലേ? എന്നുവെച്ചാൽ നമ്മളൊക്കെ സിനിമാടന്മാരെ സിനിമയിൽ കൂടെയാണ് ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും. ഇന്നിപ്പോൾ നമുക്ക് മോഹൻലാലിനെ ആയാലും അങ്ങനെ പല നടന്മാരെ ആയാലും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് മോഹൻലാലൊക്കെ ഇത്രയും കാലം. ഒരു 4-5 പടം വന്നിട്ട് നാറിയ പടങ്ങൾ അഭിനയിച്ചാൽ മതി, മനസ്സിലില്ലേ? വെറുത്തു പോകാൻ. ആറാട്ട് എന്ന പടത്തിൽ കൂടെയാണ് തുടങ്ങിയത് മോഹൻലാലിനെ വെറുക്കാൻ, സത്യം പറഞ്ഞാൽ. അതിന് മുമ്പേ വരെ അവൻ്റെ പടങ്ങളൊക്കെ ഉള്ളായിരുന്നു. അവൻ്റെ ഒടിയനായാലും ശരി, ഒടിയനായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നല്ല പടമാണ്. മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയാത്തൊന്നുമല്ലല്ലോ, പക്ഷെ നല്ല കഥ കിട്ടുന്നില്ല, മനസ്സിലില്ലേ? പിന്നെ എന്നാ എലോണ്, അതും ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, പക്ഷെ വന്നിട്ട് എന്തോ ഒന്ന് മിസ്സിങ് ആവുന്നു. അതായത് പ്രേക്ഷകർക്ക് അത് ഒരു ഇഷ്ടമില്ലായ്മ ആയി പോകുന്നു ആ പടം കണ്ടിട്ട്. അപ്പോൾ അതിലെന്തോ ഒരു കുറവുണ്ട്, മനസ്സിലില്ലേ? അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ കഥ തന്നെയാണ്, മനസ്സിലില്ലേ? കഥയും നല്ല ഡയറക്ഷനും എല്ലാം കൂടെ ചേരുമ്പോഴാണ് പടം നന്നാമത്. അപ്പോൾ ഇതൊന്നുമില്ലാതെ പടം ഫ്ലോപ്പായി പോകും. ഇപ്പം മഞ്ജു വാര്യരൊക്കെ ജാക്ക് ആൻഡ് ജിൽ എന്നൊരു പടം അഭിനയിച്ചു, അതോടെ മഞ്ജു വാര്യർ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പോലെ ഒരു ദേഷ്യമായി പോയി നമുക്കൊക്കെ. എന്നുവെച്ചാൽ നമ്മൾ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന പടത്തിൽ കൂടെയാണ്, നമുക്കൊന്നും ഇവരെ പേഴ്സണലായിട്ട് അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ചവറ് പടങ്ങളുടെ ഒരു കൂമ്പാരമാണ് മലയാള പടം എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിൽ കുറച്ച് നല്ല പടങ്ങളും വരാറുണ്ട്. എന്നുവെച്ചാൽ പഴയതുപോലുള്ള നല്ല പടങ്ങളല്ല. ഇപ്പം ഈ ചവർ പടം കണ്ട് 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 മനസ്സിലില്ലേ, അതിൽ നിന്നും കുറച്ച് ബെറ്ററായ പടങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ല പഴയ കാലത്തെ പടങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ ഒരു 2 വീട് മതി, 2 വീടും വെച്ച് ഇവർ കഥ എഴുതി സ്റ്റോറി ഉണ്ടാക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട് പണ്ട്. മനസ്സിലില്ലേ? അടിയും വേണ്ട പിടിയും വേണ്ട, എന്നുവെച്ചാൽ അത് സ്ക്രിപ്റ്റ്, അല്ല ഡയലോഗ്, എല്ലാം കേൾക്കാനും കണ്ടിരിക്കാനും മാത്രം സുഖമാണ് പഴയ പടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ പടങ്ങൾ ആ ഒരു ഫ്ലേവറില്ല. അതും തന്നെയാണ് പടം ഇന്ന് നശിച്ചു വരും, മനസ്സിലില്ലേ? ഇന്നും നല്ല ഇപ്പം എന്നാ മേനകൻ്റെ ഭർത്താവ് പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് എന്തായിരുന്നു അയാളുടെ പേര് മറന്നേ. അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു തന്നെ, പ്രതിഫലം കുറച്ചെങ്കിലും ഇനി പടങ്ങൾ ഓടുന്നു. പ്രതിഫലം കുറയ്ക്കാത്തത് കാരണം മാത്രമല്ല, മനസ്സിലില്ലേ? പ്രതിഫലം കൂടുതലാണ്, പക്ഷേ നല്ല കഥകളില്ല. കഥകളുണ്ടെങ്കിൽ പടം നല്ല ഓടും, നടന്മാർക്ക് നല്ല പൈസ കൊടുക്കാനും പറ്റും, ആൾക്കാർ എത്ര ചോദിക്കുന്നത് അവരെത്ര ചോദിക്കുന്നത് വെച്ചാൽ ആ പൈസ കൊടുക്കാനും പറ്റും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നല്ല കഥയില്ല, അത് കാരണം തിയേറ്ററിൽ ഓടുന്നില്ല, മനസ്സിലില്ലേ? പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പേഷ്യൻസ് ഇല്ല, മനസ്സിലില്ലേ? ഒന്ന് കണ്ടിരിക്കണമെങ്കിൽ ശരിക്കും നല്ലൊരു പടം തന്നെ ആയിരിക്കണം. ഇപ്പോൾ രോമാഞ്ചം, ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പടമാണ്. ഞാൻ ഒരു 10 പ്രാവശ്യം കണ്ടു കാണും. എന്താ വെച്ചാൽ അതൊരു കാണാൻ മാത്രം ഉണ്ട് ആ പടം. എത്രയോ ബെറ്റർ പടങ്ങളായിട്ട് മറ്റേ ഇന്ദ്രൻസ് അഭിനയിക്കുന്നു, മറ്റേ എന്നാ ഈ അടുത്ത് ഏതാ ഒരു പടം, ഇന്ദ്രൻസിൻ്റെ ഈ അടുത്തൊരു പടം കണ്ടു, എന്താ അത് നല്ലൊരു പടം അത്. പിന്നെ മമ്മൂട്ടീൻ്റെ കാതൽ, എല്ലാം അതൊക്കെ നല്ല പടങ്ങളാണ്. അതൊക്കെ എന്താ ഫൈറ്റോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഇല്ല. അതിലത്തെ സ്റ്റോറി പിന്നെ ആ ഡയറക്ഷൻ എല്ലാം കൊണ്ടുമാണ് പടം വിജയിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ പോയി, മനസ്സിലില്ലേ? ഈ അടുത്ത് പിന്നെ വേറെ പടമാണ് ഭരതനാട്യം, കാശിന് കൊള്ളാത്ത പടമാണ്. അത് ഓടിയിട്ടില്ല, നന്നായി. പക്ഷേ മറ്റേ അതിൽ അഭിനയിച്ചതിന് ഷൈജു കുറുപ്പ്, അതെ, അവൻ എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമുള്ള ഒരു നടനാണ്, നല്ല നടനാണ്. അവൻ്റെ കോമാളിത്തരമൊക്കെ കാണിക്കാൻ ആട് എന്ന സിനിമയിലുള്ള ക്യാരക്ടറുകളൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. പക്ഷെ അവൻ്റെ ഈ ഭരതനാട്യം എന്ന പടമൊന്നും കാണാൻ മാത്രം ഇല്ല, പടം കാണാനൊന്നുമില്ല. ഞാനൊക്കെ കൂടി എത്ര ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കണ്ടു കാണും പടം. അല്ല, ആ പടം ഫുള്ളായിട്ട് കണ്ട്, ശരിയാ. ആ പടം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫുള്ളായിട്ട് കണ്ടെന്ന് തോന്നുന്നു. പടം നമുക്കൊരു ചവറ് പടം,
മനസ്സിലായില്ലേ? നിനക്കൊന്നും പടം എടുക്കാൻ അറിയത്തില്ലെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. ഒരു പടം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ആൾക്കാർ എന്നാൽ ഒന്ന് സ്ട്രെസ് റിലീഫ് ആകാൻ വേണ്ടിയിട്ടാണ് നോക്കുമ്പോൾ അവാർഡ് പടത്തിനെക്കാട്ടി കഷ്ടമായിട്ടുള്ള അവാർഡ് പടങ്ങൾ എത്രയോ ബെറ്ററാണ്. മമ്മൂട്ടിയുടെ വിജയൻ പടമൊക്കെ നോക്കി നോക്ക്, എന്നാ പടങ്ങൾ അതൊക്കെ. അവാർഡ് പടമാണെങ്കിൽ ഇന്നും കാണാൻ തോന്നും. പിന്നെ വേറൊന്നൊരു പടം ഉണ്ടായിരുന്നു, പൊന്തമ്മാട. പിന്നെ അല്ലാതെ കുറേ 2-3 മമ്മൂട്ടീൻ്റെ അവാർഡ് പടങ്ങളുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് മാത്രമേ അവാർഡ് പടങ്ങൾ ചെയ്യത്തുള്ളൂ. എന്താ വെച്ചാൽ മമ്മൂട്ടി എന്ന പേഴ്സണാലിറ്റി മതി. ഞാൻ മമ്മൂട്ടി ഫാനിനെക്കാട്ടി കൂടുതൽ മോഹൻലാൽ ഫാനാണ്. ഫാനെന്ന് ഞാൻ പറയത്തില്ല, എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ടേംസിൽ ഞാൻ പറയാം ഫാനെന്ന്, മനസ്സിലില്ലേ? അല്ല, നമ്മളൊന്നും ആരുടെയും ഫാനല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാരെയും ഇഷ്ടമാണ്, നല്ല നല്ല അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഫാനാവെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വില കളയുന്ന പോലെ ആയിരിക്കും, മനസ്സിലില്ലേ? അത് കാരണം നമ്മളാരുടെയും ഫാനൊന്നുമല്ല. അപ്പം അങ്ങനെ എത്രയോ നല്ല നല്ല പടങ്ങളുണ്ട്. ഇന്ന് ശരിക്കും നല്ലൊരു കഥാകൃത്തോ നല്ല നടന്മാരൊക്കെ ഭയങ്കര കുറഞ്ഞുകൊണ്ട് വരുന്ന, പഴയ നല്ല നടന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ എല്ലാം വയസ്സായി പോയി, മനസ്സിലായില്ലേ? ഇനി മമ്മൂട്ടി മോഹൻലാൽ മാത്രമുണ്ട്, മനസ്സിലായില്ലേ? അവരും കൂടെ പോയി കഴിഞ്ഞാൽ ഒരുവിധം കഴിഞ്ഞു. ഇപ്പോൾ കുറേ ചവറ് നടന്മാരും ഉണ്ട്, മനസ്സിലായില്ലേ? കുറേ കാലങ്ങളായിട്ട്. ഒന്നിനും പേര് പറയുന്നില്ല, പക്ഷെ കണ്ടാൽ അറിയാം അവന്മാർ ചവറ് നടന്മാരാണ്. ചുമ്മാ ഒരു പേരിന് കുറേ എണ്ണം തള്ളി കയറ്റി വെച്ചിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം വേറെ ഏതെങ്കിലും പടത്തിനെ പറ്റി പറയാനുണ്ടോ? വേറെ നാറിയ പടം എന്ന് പറഞ്ഞാൽ മറ്റേ ഇവൻ്റെ സുരേഷ് ഗോപിൻ്റെ മോൻ്റെ ഒരു പടം ഇറങ്ങിയല്ലോ, ഗംഗോത്രിയോ ഗഗൻചാരിയോ. അത് പിന്നീടും കണ്ടിരിക്കാൻ തോന്നും, മനസ്സിലില്ല? അതിൻ്റെ അത്ര പോലും കൊള്ളാത്ത നാറിയ പടങ്ങളാണ് ഈ ഓശാന എന്നൊക്കെ പറഞ്ഞ നാറിയ പടങ്ങൾ. അത് ഓശാന ഞാൻ ഇട്ടിട്ട് ഒരു ട്രെയിനിൻ്റെ സീനുണ്ട് ആദ്യത്തെ, അതുവരെ കണ്ടുള്ളൂ. അത് കൂടിപ്പോൾ ഒരു 1/2 മണിക്കൂർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, മനസ്സിലില്ലേ? അത്രയും കണ്ടപ്പോൾ തന്നെ പടം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം തറപടം എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത് കണ്ട് വെറുതെ നമ്മൾ ഒരു സമയം കളയാനുള്ള ആവശ്യമില്ല, മനസ്സിലില്ലേ? കൊല്ലാനുള്ള ദേഷ്യമായി ഇപ്പോൾ മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ കാണുമ്പോൾ. ഇങ്ങനത്തെ ചവറ് പടൽ ഇത് നമ്മൾ മോഹൻലാൽ അഭിനയിച്ചാലും ശരി, ആരഭിനയിച്ചാലും ശരി, ചവർ പടങ്ങളാകുമ്പോൾ നമ്മൾ വെറുത്തു പോകും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം, ഓക്കെ, സീ യു ഗൈസ്.